നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണല്ലോ. ഓരോ ദിവസവും പുതിയ വാഹന നിർമ്മാതാക്കൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള വികസന പദ്ധതികളിൽ നിൽക്കുന്നു. 2026 ആകുമ്പോഴേക്കും ഇന്ത്യ മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ട് നിറയും എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അതിനിപ്പോൾ മാരുതിയുടെയും അതുപോലെ ടൊയോട്ടയുടെയൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ എത്തും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ലോകത്തിലെ ലക്ഷറി വാഹന നിർമ്മാതാക്കളും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെൻസിൻ്റെ ധാരാളം മോഡലുകൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു, ഇലക്ട്രിക് മോഡലുകൾ. അതുപോലെ തന്നെ വോൾവോയുടെ മോഡലുകളും ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഓഡിയുടെ മോഡലുകൾ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് BMW ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹനമാണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് EV എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള i7 എന്ന മോഡലാണ്. i7 എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് 7 സീരീസിൻ്റെ ഇലക്ട്രിക് മോഡലാണ് എന്നുള്ള കാര്യം. ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിരിക്കുന്നതിൽ ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ സ്പെക്ട്ര ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ വാഹനങ്ങളിലൊന്നാണിത്. ഏതാണ്ട് 2.25 കോടിയോളം രൂപ വില വരുന്ന വാഹനമാണ്. പൂർണ്ണമായും ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ട വാഹനമല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അതായത് ബെൻസിൻ്റെയും മറ്റും വാഹനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും EV പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ജനിക്കുന്നതെങ്കിൽ ഇത് അങ്ങനെയല്ല. 7 സീരീസിൻ്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ കാര്യമായ മാറ്റങ്ങൾ രൂപഭാവങ്ങളിലെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ നമ്പർ കാണുന്നുണ്ടാവുമല്ലോ, KL7 CD C7777. അതായത് 7ൻ്റെ ഒരു കളിയാണ്. 7 സീരീസ് ആണെന്നുള്ള ഒരു കാര്യം, ഇത്രയും 7 ഉണ്ടെന്നുള്ള മറ്റൊരു കാര്യം. ഈ നമ്പർ കിട്ടാൻ വേണ്ടി 7,70,000 രൂപ കൊടുത്തു എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ വാഹനം ഫെയർ ഫ്യൂച്ചറിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാജിൻ്റെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോർഷെ കെയ്മാൻ ടെസ്റ്റ് വരുന്നതും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. രാജിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുള്ളത് അദ്ദേഹത്തിൻ്റെ 7ാമത്തെ ഒരു പ്രീമിയം വാഹനമാണ് ഇതെന്നുള്ള കാര്യമാണ്. ധാരാളം വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ആളാണ്. നമ്മളൊരിക്കലും ആ ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വില കൂടിയ 7ാമത്തെ വാഹനമാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ രാജിൻ്റെ 7ാമത്തെ പ്രീമിയം വാഹനമാണ്. നമ്പർ 77777 എന്നാണ്. വാഹനത്തിൻ്റെ പേര് i7 എന്നാണ്. ഈ നമ്പർ കിട്ടാൻ വേണ്ടി കൊടുത്ത കാശ് 7,70,000 രൂപയാണ്. അങ്ങനെ മൊത്തത്തിൽ 7ൻ്റെ കളിയാണ്. പക്ഷേ നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്ന 7ാം തീയതി ഒന്നും അല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വാഹനം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഒരു പ്രീമിയം വാഹനമാണ്. അതായത് ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് അവസാനത്തിന് മുമ്പത്തെ, ഇപ്പോൾ Z വരെയാണ് അവസാന വാക്കെങ്കിൽ XY വരെയൊക്കെ നിൽക്കുന്നൊരു വാഹനമാണെന്നാണ് പറയേണ്ടത്. ഞെട്ടിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് വാഹനത്തിൽ. അതുകൊണ്ട് തന്നെ രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു എപ്പിസോഡ് ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഹാച്ച് ബാക്കുകളുടെയും മറ്റും നീളമുണ്ടല്ലോ, മൊത്തത്തിലുള്ള നീളത്തിൻ്റെ അത്രയുണ്ട് ഇതിൻ്റെ വീൽ ബേസ് എന്നുള്ളതാണ് കൗതുകരമായ കാര്യം. 3215 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിൽ എത്രത്തോളം സ്ഥലം ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഈ കാണുന്ന ഗ്ലാസ് ഏരിയ കൊണ്ട് തന്നെ മനസ്സിലാകുമല്ലോ എത്രത്തോളം ഇൻറ്റീരിയർ സ്പേസ് ഉണ്ടാകും എന്നുള്ള കാര്യം. 5.7 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ നീളം. അതായത് 7 സീരീസിൻ്റെ അതേ നീളം തന്നെയാണുള്ളത്. ഈ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ റോൾസ് റോയ്സിൻ്റെയൊക്കെ ഒരു ഛായ വരുന്നെങ്കിൽ അത് യാദർശികമല്ല എന്നാണ് പറയേണ്ടത്. കാരണം റോൾസ് റോയ്സിൻ്റെ എഞ്ചിനീയേഴ്സ് കൂടി കാര്യമായ രീതിയിൽ ഈ വാഹനത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, BMW മിനി എന്ന വാഹനം ആദ്യകാലത്ത് വന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ മിനിയുടെ എഞ്ചിനീയേഴ്സും ഈ വാഹനത്തിൽ കാര്യമായ രീതിയിൽ കൈവച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം മിനിയുടെ സഹായവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച BMW ഭാഗമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച 2 കമ്പനികൾ റോൾസ് റോയ്സ് അതുപോലെ തന്നെ മിനി, ഈ 2 കമ്പനികളും കാര്യമായ രീതിയിൽ കൈവച്ച ഒരു വാഹനമാണ് ഇതെന്നാണ് പറയുന്നത്. ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ ഒരു ഛായ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഡ്യുവൽ ടോൺ ആണെന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന BMW വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഗ്രില്ലും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എല്ലാം കൂടി നോക്കുമ്പോൾ റോൾസ് റോയ്സിൻ്റെ ഒരു ഛായ എന്നാണ് പറയേണ്ടത്. എന്തായാലും ഒരു കാര്യത്തിലും പിശുക്ക് കാണിച്ചിട്ടില്ല. ഇത്രയും പൈസ വാങ്ങിക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും പിശുക്ക് കാണിച്ചിട്ടില്ല. അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നത് ഈ കാണുന്ന തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൽ സ്വരോസ്കിയുടെ ക്രിസ്റ്റലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ക്രിസ്റ്റലുകൾ പതിപ്പിച്ച ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് എന്നൊക്കെയാണ് പറയേണ്ടത്. അതൊരു ഗംഭീര സംഭവമാണല്ലോ. ഇതിൻ്റെ അകത്ത് ക്രിസ്റ്റലുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും
ഇതെടുത്ത് ഊരി വിറ്റാലോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാശില്ലാത്തവരുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോലും തോന്നുന്ന രീതിയിലുള്ള ക്രിസ്റ്റലുകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. മറ്റു കാര്യം ഞാൻ കേട്ടിരിക്കുന്നത് അതിൻ്റെ ഓതൻറ്റിസിറ്റിയെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സ്വരോസ്കി കളക്ഷൻ ഉള്ളത് ആലപ്പുഴയിലെ രവി കരുണാകരൻ മ്യൂസിയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് അങ്ങനെ വലിയ ഖ്യാതി കൂടിയുണ്ട്. അതിൽ കുറച്ച് ക്രിസ്റ്റൽ ഇവിടെയും ഉണ്ട്. അപ്പം അഡീഷണൽ ആയിട്ട് കേരളത്തിൽ വീണ്ടും സ്വരോസ്കി ക്രിസ്റ്റലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിമനോഹരമായ ഈ ഒരു ഭാഗം കടന്നിട്ട് താഴേക്ക് വരുമ്പോൾ BMW LED ലൈറ്റാണ് ഈ കാണുന്നത്. അതിൽ 2 എലമെൻറ്റ്സ് കാണാം. വളരെ ഷാർപ്പാണ്. തന്നെയുമല്ല ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്തെടുത്ത ഭാഗത്തിനുള്ളിലേക്ക് അങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്, ഒട്ടും മുഴച്ച് നിൽക്കാത്ത രീതിയിൽ. പിന്നെ നമ്മളെപ്പോഴും കാണുന്ന BMW കിഡ്നി ഗ്രില്ലിനെ എടുത്തങ്ങ് വലിച്ച് നീട്ടി വലുതാക്കിയിരിക്കുകയാണ്. അതായത് ഇത്തിരി ഓവറായി പോയില്ലേ എന്ന് തോന്നുന്ന അത്രയും വലിപ്പം ഈ ഒരു ഗ്രില്ലിനുണ്ട് എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും ആ ഒരു ഷേപ്പ് അതേവിടെ നിലനിർത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. BMW പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ ഏത് നോക്കിയാലും ഗ്രില്ല് ഇങ്ങനെ വലിച്ചു നീട്ടി വലിയ കിഡ്നിയാക്കി വെച്ചിട്ടുണ്ട്. ആനയുടെ കിഡ്നിയാണ്, സാധാരണ മനുഷ്യൻ്റെ കിഡ്നിയാണെങ്കിൽ ഇപ്പോൾ ആനയുടെ കിഡ്നിയാണ് ഗ്രില്ലിൻ്റെ ഭാഗത്ത് എന്നാണ് പറയേണ്ടത്. ഈ ഭാഗത്തെല്ലാം ക്ലോസ്ഡ് ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ തനത് രീതിയിൽ ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുന്നു. സെൻസേഴ്സിൻ്റെയൊക്കെ അതിപ്രസരം എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഇവിടെയൊക്കെ കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ അഡാസ് ഫീച്ചേഴ്സിൻ്റെ സെൻസേഴ്സും മറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടൊരു എയർ ഡാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും എയർ ഡാമിൻ്റെ ബാക്കി ഭാഗം കാണാം. ഇവിടെ ഒരു എയർ കർട്ടൻ അല്ലെങ്കിൽ എയർ വെൻ്റ് എന്ന് വിളിക്കാവുന്ന ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ എയറോഡൈനാമികത, അവിടുന്ന് കാറ്റ് അങ്ങനെ കടന്ന് ടയറുകളിൽ കൂടി കടന്നു പോകുമ്പോൾ വളരെ എയറോഡൈനാമിക്കായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ നീണ്ട ബോണറ്റാണ്. അതായത് വേണമെങ്കിൽ ഒരാൾക്ക് കിടന്നുറങ്ങാവുന്ന അത്രയും വിശാലമായ ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ പവർ ബൾജുകളും മറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്, ഒരു സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. BMW ലോഗോ വളരെ വലുതായിട്ട് ഇലുമിനേറ്റഡ് ലോഗോ എന്ന് തോന്നുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്ര വേണം മുൻഭാഗം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനത്തിൻ്റെ മുൻഭാഗം ആയിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക. ആ രീതിയിലുള്ള കട്ടുകളും ഗ്രീസുകളും എല്ലാം കൊടുത്ത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ രീതിയിലുള്ള ലൈറ്റുകളുമൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. ഇനി ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെയും പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്, ഒരു വലിയ മൈതാനം പോലെ തന്നെ കിടക്കുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത ടാറ്റ പഞ്ചിലൊക്കെ ഇവിടെ ചെറിയൊരു ഫ്രങ്ക് എന്ന് വിളിക്കാവുന്ന ഭാഗം ഉണ്ടായിരുന്നു, ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഭാഗം. പക്ഷേ ഇതിൽ അതൊന്നും കൊടുത്തിട്ടില്ല. പൂർണ്ണമായും അടച്ച് പൂട്ടി ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിൽ അങ്ങനെയൊന്നും കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ 500 ലിറ്ററിലധികം ബൂട്ട് സ്പേസിന് ഓൾറെഡി ഉണ്ട്, പിൻഭാഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻഭാഗത്ത് അങ്ങനെ വളരെ ചെറിയൊരു സ്പേസ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് കമ്പനി തീരുമാനിച്ച് കാണും. എന്തായാലും അതുകൊണ്ടാണ് ബൂട്ട് സ്പേസ് ഫ്രങ്ക് സ്പേസ് മുൻഭാഗത്ത് ഇല്ലാത്തത്. അപ്പോൾ ഇനി നമുക്കിനി വശക്കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ, വശക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൻ്റെ ഒരു നീളം തന്നെയാണ്. എങ്കിലും ടയേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ 21 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, പിരേലി ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ ഈ ഒരു ബ്രേക്ക് കാലിപ്പറിൻ്റെയൊക്കെ എലമെൻ്റൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, രസകരമായിട്ട് ബ്ലൂ നിറത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണെങ്കിലും സ്റ്റീൽ ഫിനിഷും അതുപോലെ ബ്ലാക്ക് ഫിനിഷുമാണ് അലോയ് വീലിന് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാര്യമായ രീതിയിൽ അങ്ങനെ വീൽ ട്രാവലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരല്പം കുറവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 136 മില്ലിമീറ്റർ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ നമുക്കിത് ഇതിൻ്റെ സസ്പെൻഷൻ, എയർ സസ്പെൻഷനാണ്, അത് നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്യുമ്പോൾ 20 മില്ലിമീറ്ററോടെ കിട്ടും. അതായത് 156 മില്ലിമീറ്റർ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടും. മോശമല്ല. പിന്നെ 7 സീരീസ് പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ബെൻസിൻ്റെ EQS പോലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ എന്തായാലും ഓടിക്കുകയുള്ളൂ. തന്നെയല്ല വളരെ മോശം വഴികൾ കൂടി ഓടിക്കുന്ന വാഹനവുമല്ല ഇത്. അതുകൊണ്ട് തന്നെ അത് മോശമായ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എന്ന് പറയാനാവില്ല. എന്തായാലും വളരെ കൺസീൽഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ടച്ചിൽ തുറക്കാം, ഇത്ര ഉള്ള കാര്യം. അതുപോലെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്താൽ അടഞ്ഞുകൊള്ളും. ഉൾഭാഗത്ത് നമ്മൾ തുറക്കുമ്പോൾ അതിന് സ്വിച്ചുണ്ട്, ആ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി, വാഹനം തുറന്നു വരും. ഡോർ തുറന്നു വരും. അല്ലാതെ അതിൻ്റെ അകത്ത് സാധാരണഗതിയിൽ നമ്മൾ പിടിച്ചു തുറക്കുന്ന രീതിയിലുള്ള ഹാൻഡിലൊന്നും ഉൾഭാഗത്ത് കാണാനാവില്ല. എന്തായാലും ഈ വാഹനം ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സൈഡ് വ്യൂ മിറേഴ്സിലുമൊക്കെ ഡ്യുവൽ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ ഇഷ്ടംപോലെ ക്യാമറകൾ കാണാം. എല്ലാം അഡാസ് ഫീച്ചേഴ്സിൻ്റെയും അതുപോലെ 360 ഡിഗ്രി ക്യാമറയുടെയും മറ്റും ക്യാമറകളാണ്. അതുപോലെ ഇവിടെയൊക്കെ സെൻസേഴ്സ്, എല്ലായിടത്തും സെൻസേഴ്സ് ഉണ്ട്. ഈ വാഹനത്തിന് ബ്ലൂ നിറമാണ്. പക്ഷേ ഏറ്റവും താഴെയായിട്ട് റണ്ണിങ് ബോർഡിൻ്റെ അവിടെ ബ്ലാക്ക് എലമെൻറ്റ്സൊക്കെ കാണാം. പക്ഷേ നമുക്ക് പെട്ടെന്ന് വ്യക്തമാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വാഹനത്തിൻ്റെ നിറവുമായിട്ട് അങ്ങ് സിങ്കായി പോവുകയാണ്. ഈ ഭാഗത്ത് രസമുള്ള ചില എലമെൻറ്റ്സൊക്കെ കാണാം. ഒരു ട്രൈ ആരോ പാറ്റേൺ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു കോർണർ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വിശാലമാണ് പിൻഭാഗത്തെ ഗ്ലാസ് ഏരിയ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്ത് എത്രത്തോളം സ്പേസ് ഉണ്ടാകും. കാരണം ഇതൊക്കെ ഷോഫർ ഡ്രിവണാണ് പ്രധാനമായിട്ടും ഇത്തരം വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ പിൻഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പേസ് വേണ്ടത്. വളരെ വിശാലമായിട്ട് തുറക്കുന്ന ഈ ഒരു ഡോർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം. ഉൾഭാഗത്ത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ പിന്നിലേക്ക് വരുമ്പോഴും
ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സ്പേസ് ബൂട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം. അങ്ങനെ ഒട്ടും എടുത്ത് ചേർത്ത് വെച്ച പോലെ തോന്നാതെ വളരെ മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ വളരെ മനോഹരമായ കൂപ്പേ രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ രീതി പോകുന്നത്. പിൻഭാഗത്തും BMW 7 സീരീസിൻ്റെ ഏതാണ്ട് അതേ ഛായ തന്നെയാണ്. പക്ഷേ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി ഒരു അടച്ചു കെട്ടിയ ഒരു ഫീല് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. Xdrive 60 എന്നാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ അലൂമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ മേൽഭാഗത്തായിട്ട്. ടെയിൽ ലാമ്പൊക്കെ വളരെ സ്ലീക്കാണ്. തന്നെയല്ല നമ്മളിപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ കണ്ട ആ ഒരു പാറ്റേൺ നമുക്ക് ഇവിടെയും കാണാം. അതിൽ BMW എന്നുള്ള ബാഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഫുൾ LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്ന പോലെ ഫുൾ LED സ്ട്രിപ്പൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ ഈ LED സ്ട്രിപ്പൊക്കെ വളരെ ബ്രൈറ്റാണ്. താഴെ കാണുന്ന എലമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അത്രയും വലിയ വിശാലമായ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്പെയർ ടയർ കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പഞ്ചർ കിറ്റാണ് അതിന് പകരം കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിൽ വേണമെങ്കിൽ സ്പെയർ ടയർ കൊടുത്താൽ മതി എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലൊന്നും ഇപ്പോൾ സ്പെയർ ടയർ വരുന്നതേ ഇല്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി തന്നെ ക്ലോസ് ചെയ്യാം. പിൻഭാഗത്ത് നമ്മൾ കാണുന്ന വളരെ വലിയ വിശാലമായ BMW ലോഗോയാണ്. അതുപോലെ താഴെയായിട്ട് അലൂമിനിയം ഫിനിഷുള്ളൊരു ഭാഗം, അല്ല സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കി അങ്ങനെ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഷാർഫിൻ പോലെ ഉള്ള ഒരു ആൻറ്റിന എന്നാണ് പറയേണ്ടത്, അതും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വാഹനത്തിന് 7 സീരീസിൻ്റെ ഏതാണ്ട് ഛായ തന്നെയാണ്. പക്ഷേ 7 സീരീസ് ഇലക്ട്രിക്കാക്കി മനോഹരമായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. വളരെ ആധുനികമായ ഒരു ലുക്കുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ 7 സീരീസ് മാറിയിരിക്കുന്നത്. 7 സീരീസിൻ്റെ കാര്യത്തിൽ ഒരു യാഥാസ്ഥിതികമായ രൂപമെന്ന് നമ്മൾ ഇത്രയും കാലം പറയേണ്ടത്. ഉൾഭാഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതെങ്കിലും എക്സ്റ്റീരിയർ അങ്ങനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നോക്കി നിന്ന് പോകും. കാരണം വെച്ചാൽ വളരെ വ്യത്യസ്തമായ മറ്റ് ഏതോ ഒരു ഗൃഹത്തിൽ നിന്നും ഇറങ്ങി വന്നതുപോലെയുള്ള ഈ വമ്പൻ കിഡ്നി ഗ്രിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം i7 വ്യത്യസ്തമാക്കുന്നുണ്ട്. എങ്കിലും ഇതൊന്നുമല്ല, ഇൻറ്റീരിയറാണ് ഇവൻ്റെ സംഭവം. അതുകൊണ്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കാം. പുതിയ i7 ഉൾഭാഗത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സ്വരോസ്കി ക്രിസ്റ്റൽ വിൽക്കുന്ന ഷോപ്പിൽ കയറി പോലുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റലാണ്, അതിമനോഹരമാണ്. ഇതുവരെ നമ്മൾ ഒരു വാഹനത്തിലും കാണാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഏതോ എന്താ പറയുക രത്നഖനിയിലൊക്കെ നിൽക്കുന്ന പോലെ തോന്നും. രസകരമായ രീതിയിലാണ് ഈ ഒരു ഭാഗം. ഇവിടെ എല്ലാം ക്രിസ്റ്റലാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഈ ഒരു ഉടനീളം, അതായത് നമ്മൾ ആ ഡോർ പാഡിൽ നിങ്ങൾക്ക് കാണാം, ഡോർ പാഡിൽ നിന്ന് ആരംഭിച്ച് അതിൻ്റെ ഒരു തുടർച്ച പോലെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതാണ് ഡാഷ്ബോർഡ് നിറഞ്ഞു നിൽക്കുന്ന കാര്യമെന്ന് പറയാവുന്നത്. ഈ ലൈറ്റൊക്കെ നമുക്ക് ഈ കളേഴ്സൊക്കെ മാറ്റാം. 15 ആംബിയൻ കളേഴ്സ് ഉണ്ട്. ആ തരത്തിൽ നമുക്ക് കളേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എവിടെ AC വെൻ്റ്, എവിടെ AC വെൻ്റ് കാണുന്നില്ലല്ലോ എന്നുള്ള കാര്യം. AC വെൻ്റ് ഇതിലിങ്ങനെ മനോഹരമായിട്ട് കൺസീൽ ചെയ്ത പോലെ ഇരിക്കുകയാണ്. ഈ ഭാഗത്ത് കാണുന്നത് AC വെൻ്റാണ്. AC വെൻ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ഈ ചെറിയ ഒരു റബ്ബറിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനാണ് നമുക്കിതിൻ്റെ ബ്ലോവറിൻ്റെ ആ പൊസിഷനൊക്കെ മാറ്റുന്നത്. ആ ഒരു സ്ഥലത്താണ്. ഒന്നും മനസ്സിലായില്ല, വളരെ ഭംഗിയായിട്ടത് ഇതിൻ്റെ താഴെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ്. ഇവിടെ ഒരു വുഡ് ഫിനിഷുള്ള ഭാഗം, ഇടയ്ക്ക് അലൂമിനിയം ലൈനുകൾ, കൂടെ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഈ കാണുന്ന ലൈനുകൾ. ഇത്രയുമാണ് ഇതിൻ്റെ മുൻഭാഗത്ത് നമുക്ക് കാണാവുന്ന കാര്യം. എന്തായാലും പ്രീമിയം എന്ന് വെച്ചാൽ അങ്ങേ അറ്റം പ്രീമിയം എന്നാണ് നമ്മൾ ഇതിൽ പറയേണ്ടത്.
ഇപ്പോൾ ഇവിടെ കാണുന്നത് വളരെ വലിയൊരു സ്ക്രീനാണ്. പക്ഷേ ഇത് 2 സ്ക്രീനുകളുടെ ഒരു സങ്കരമാണെന്നാണ് പറയുന്നത്. ഒരു 14.9 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് കാണുന്നത് 12.3 ഇഞ്ചിൻ്റെ ഒരു മീറ്റർ കൺസോൾ എന്ന് വിളിക്കാവുന്നൊരു ഭാഗവുമാണ്. ഇപ്പോൾ ഇതിലാണ് കാര്യങ്ങളെല്ലാം ഒതുക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ സ്വിച്ചുകളൊന്നും തന്നെ നമുക്കിവിടെ കാര്യമായിട്ട് കാണാനില്ല. എല്ലാ കാര്യങ്ങളും ഈ ഒരു മനോഹരമായ ടച്ച് സ്ക്രീനിൽ ഒതുക്കിയിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കാണുന്നത് വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇവിടെ എല്ലാം ഒരു വുഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെ കാണുന്നത് ക്രിസ്റ്റലാണ്, കണ്ടല്ലോ. അതായത് ഈ സ്ക്രീനിൻ്റെ കൺട്രോളുകൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു റോട്ടറി സ്വിച്ച് ഇവിടെ കൺട്രോൾ ചെയ്യാം. അതും ക്രിസ്റ്റൽ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ വോളിയത്തിൻ്റെ കൺട്രോൾ പോലും ക്രിസ്റ്റലാണ്. രസകരമാണ്, കണ്ടോ. ഞാനവിടെ ഇപ്പോൾ തൊടുമ്പോൾ ഇവിടെ അതിൻ്റെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ ഒരു ഗസ്റ്റർ കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഡ്രൈവ് സെലക്ടർ കാണുന്നു. ഇത്രേ ഉള്ളൂ സാധനം. ഇത്രയേ ഉള്ളൊരു കഷ്ണം, ഒരു ക്രിസ്റ്റൽ അവിടെ വെച്ചിരിക്കുന്നു. അതാണ് ഡ്രൈവ് സെലക്ടർ. താഴേക്ക് നോക്കുമ്പോൾ കാണാം റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് തുടങ്ങിയ മോഡുകളിലേക്ക് നമ്മൾ ഈ ഒരു സെലക്ടർ മാറ്റിയിടുന്നതാണ്. അതിൻ്റെ ഇവിടെ എടുക്കുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ്. അതും കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഗ്ലാസ് പീസാണ്. ഇതൊന്നും നമ്മൾ മറ്റൊരു വാഹനത്തിലും കാണാത്ത കാര്യമാണ്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. ഇത് മോഡുകളാണ്, പലതരത്തിലുള്ള മോഡുകൾ. അതൊക്കെ ഈ ഒരു വളരെ ലൈറ്റായിട്ട് നമുക്കിങ്ങനെ ചെറിയ പ്രസ് മതി, അതെല്ലാം ഇവിടെ ആക്ടിവേറ്റ് ആകുന്നു. പേഴ്സണൽ, സ്പോർട്ട്, എഫിഷ്യൻ്റ്, എക്സ്പ്രസീവ്, റിലാക്സ്, തിയേറ്റർ, ഡിജിറ്റൽ ആർട്ട് തുടങ്ങിയ പല എന്താ പറയുക മൂഡുകൾ നമുക്ക് ഇതിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യാം. അതാണ്, അല്ലെങ്കിൽ മോഡുകൾ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ എന്നുള്ള ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ്, സെറ്റിംഗ് ആൻഡ് പേഴ്സണൽ ആംബിയൻസ്, ഇതിൻ്റെ അകത്ത് ആംബിയൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പകലായതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് കാണാനാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സ്ക്രീനുകളിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മോഡിൻ്റെ സ്വിച്ചാണിത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 360 ഡിഗ്രി ക്യാമറയാണ് ഈ കാണുന്നത്. അതിൻ്റെ മോഡുകളാണ്. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കിവിടെ കാണാം. ഓരോ തരത്തിലും എങ്ങനെയാണ് നമുക്ക് ക്യാമറയുടെ പൊസിഷനൊക്കെ മാറ്റാവുന്ന രീതിയിൽ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും വളരെ ക്ലാരിറ്റിയുള്ള നല്ല ഗംഭീര സ്ക്രീനാണിത്. ഇതിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മെസ്സേജ്, മൊബൈൽ ഡിവൈസസ്, മൈ മോഡ്സ്, നാവിഗേഷൻ, ഓണേഴ്സ് ഹാൻഡ് ബുക്ക്, പാർക്കിംഗ് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാം. വളരെ ടൈറ്റായുള്ള സ്പേസിൽ പോലും ക്യാമറയുടെ സഹായത്തോടു കൂടി, വളരെ ചെറിയ ഡ്രൈവർ സഹായത്തോടെ നമുക്ക് നല്ല ഗംഭീരമായിട്ട് പാരലൽ പാർക്കിംഗ് ഒക്കെ ചെയ്യാം. അതിനുള്ള സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ സൈഡിലേക്കുമുള്ള ക്യാമറകളെല്ലാം ആ സമയത്ത് ഓണാകുന്നു. ആ രീതിയിലാണ് പാർക്കിംഗ് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ കംഫർട്ടുകൾ പലതരത്തിൽ, സിസ്റ്റം സെറ്റിങ്സ്, ടെലിഫോൺ, തിയേറ്റർ സ്ക്രീൻ, അതിനെപ്പറ്റി ഞാൻ പിൻഭാഗത്തിരിക്കുമ്പോൾ പറയാം. വെതർ, പേഴ്സണൽ ഹോട്ട്സ്പോട്ട്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഡ്രൈവ് റെക്കോർഡർ, നാവിഗേഷൻ, റേഡിയോ, ടെലിഫോൺ, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നോക്കി പെട്ടെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾ ആപ്പ് എന്നുള്ളത് പ്രസ് ചെയ്താൽ അത് വരുന്നു. എന്തായാലും ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയാവുന്നത് ഇതിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലാണ് പ്രവർത്തിപ്പിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഫിസിക്കൽ സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ തന്നെ പ്രവർത്തിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന കാര്യമാണ്. പക്ഷേ അത് യൂസ്ഡ് ആകാവുന്നതേ ഉള്ളൂ. വളരെ ചെറിയ തോതിലുള്ള ടച്ച് സ്വിച്ചുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ. ബാക്കി കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ വേണം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ. എന്തായാലും പിന്നീട് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വളരെ വിശാലമായ ആഴത്തിലുള്ള ഒരു ഒരു സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 2 ചാർജിങ് പോർട്ടുകൾ, 3 ചാർജിങ് പോർട്ടുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റുകൾ പല തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഡോർ പാഡിൽ കാണുന്ന ക്രിസ്റ്റൽ സ്വിച്ചിലാണ് നമ്മൾ അതിലെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പലതരത്തിലുണ്ട്. അതുപോലെ തന്നെ മെമ്മറിയിൽ സൂക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ. അത് നമുക്ക് ഇവിടെ കുറച്ചുകൂടി നന്നായിട്ട് കാണാമെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം ഞാനിരിക്കുന്ന ഈ ഒരു സീറ്റ് പിന്നിലേക്ക് മുന്നിലേക്ക് ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് സാധാരണ ബെൻസിൽ നമ്മൾ കണ്ടുവരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ രീതികൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. കുഷനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ്. നാപ്പ ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ലെതർ എന്ന് തന്നെയാണ് പറയേണ്ടത്. വളരെ സോഫ്റ്റാണ്. പക്ഷേ സൈഡിലെല്ലാം ഈ ഹഗ്ഗേഴ്സൊക്കെ കൊടുത്ത് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യമാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എം സ്പോർട്ടിൻ്റെയൊക്കെ ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ചെറിയ അലൂമിനിയം ഫിനിഷും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും നല്ല ലെതറിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. സ്വിച്ചുകളുടെയൊക്കെ രീതികളൊക്കെ ആണെങ്കിലും വളരെ രസകരമാണ്. ഈ ഭാഗത്ത് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വോളിയം കൺട്രോളിൻ്റെയും മറ്റ് സ്വിച്ചുകൾ, അതൊക്കെ രസകരമായ രീതിയിലാണ് ആ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞ 12.3 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ് കാണുന്നത്. അതിൽ പല ഇൻഫർമേഷനുകളും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ആ ഒരു ഡിജിറ്റൽ ഡിസൈൻ രീതികളൊക്കെ തന്നെ വളരെ രസകരമായിട്ടുണ്ട്. എന്തായാലും എവിടെ നോക്കിയാലും നമ്മൾ ഏറ്റവും രസകരമായിട്ട് കാണുന്നത് ഈ കാണുന്ന ക്രിസ്റ്റലിൻ്റെ ഈ ഒരു മനോഹരമായ എലമെൻസൊക്കെയാണ്. അത് ഈ എന്താ പറയുക, മനസ്സിന് സന്തോഷം തന്നൊരു കാര്യമാണെന്നാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് ബൂസ്റ്റ് എന്നെഴുതിയിരിക്കുന്നത് ഇവിടുത്തെ ഇതിൻ്റെ ഡ്രൈവ് മോഡുകളിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഓടിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. എന്തായാലും ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഡോറിൻ്റെ പല ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഡോറിന് ഞാൻ പറഞ്ഞല്ലോ ഹാൻഡിലൊന്നും നമ്മൾ ഇവിടെ ഒരു ഭാഗത്തും കാണില്ല. നമുക്ക് ഡോറ് തുറക്കണമെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന സ്വിച്ച് അമർത്തുക, അപ്പോൾ ഡോർ അങ്ങ് തുറക്കുന്നു. ഇനി ഡോർ തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഇതൊന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതാ ഈ ബ്രേക്ക് പെഡലിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി, ഡോർ ഒന്ന് അടഞ്ഞു കഴിഞ്ഞു. അതായത് കൈ ഒന്നും തൊടാതെ തന്നെ നമുക്ക് ഡോറ് അങ്ങനെ അടയ്ക്കാൻ സാധിക്കും. വളരെ വിശാലമായ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഫുള്ളി ഓപ്പണബിൾ അല്ല, ഗ്ലാസ് ഏരിയ മാത്രമാണ് നമുക്കായിട്ട് തുറന്ന് കിട്ടുന്നത്. അതിനുശേഷം അത് അടയ്ക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു പാനൽ വന്ന് അതങ്ങ് അടയുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു സാധനം അങ്ങനെ തള്ളി നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ഒരു വലിയ സ്ക്രീനാണിത്. ആ സ്ക്രീനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് ഇവിടുത്തെ ഈ സ്വിച്ചിൽ അമർത്തിയാൽ അത് മടങ്ങി മുകളിലേക്ക് പോകുന്നത് കാണാം. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പിൻഭാഗത്തിരിക്കുമ്പോൾ സംസാരിക്കാം. എന്തായാലും അത് ഓപ്പൺ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ പിൻഭാഗത്തുള്ള സൈഡ് കർട്ടനുകളുടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കിവിടെ കാണാം. ഈ ഒരു ഇത് പ്രസ് ചെയ്യുമ്പോൾ പിൻഭാഗത്ത്, അതായത് രണ്ട് സൈഡിലെ ഗ്ലാസ്സുകളും പിൻഭാഗത്തെ വിൻഷീൽഡും വന്ന് ക്ലോസ് ആകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ സൺ ബ്ലൈൻഡുകൾ വന്ന് ക്ലോസ് ആകുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു റൂഫിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ റൂഫ് നിങ്ങൾ കാണുന്ന ഫുൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ എന്താ പറയുക, ഒരു എലഗൻസ് കൊടുക്കുന്നുണ്ട്. തന്നെ കുറച്ച് ക്രാംഡായ ഫീലുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട് ഫുൾ ബ്ലാക്ക് വരുമ്പോൾ. എങ്കിൽ പോലും അതിൻ്റെ ഒരു എലഗൻസ് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ സ്പേസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഷോഫർ ഡ്രോൺ വാഹനങ്ങളാണ് ഈ 7 സീരീസ് പോലുള്ള വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്കല്ല കൂടുതൽ സ്ഥല സൗകര്യം എപ്പോഴും പിൻഭാഗത്താണ്. എങ്കിലും മുൻഭാഗത്തും മോശമല്ല, സുഖമായിരുന്നു പോകാം. അല്പം താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡോർ പാഡിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ വളരെ വലിയ വിശാലമായ ഒരു സ്പീക്കർ നമുക്കിവിടെ കാണാം. ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വലിയ സ്പീക്കറാണ് മനോഹരമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, മറ്റ് ചെറിയ സാധനങ്ങൾ വേണമെങ്കിൽ വയ്ക്കാം. അതുപോലെ അതിലും 1-2 സ്വിച്ചുകളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ എന്താ പറയേണ്ടത്, ഡോർ ഹാൻഡിൽ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഡോർ തുറക്കാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മനോഹരമായ ഒരു ശില്പം തന്നെയാണ് ഇതിൻ്റെ ഡോർ പാഡും എന്ന് പറയാം. അത്രയും മനോഹരമായിട്ടാണ് അതും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈജു മുതലാളി ഇനി പിൻഭാഗത്തേക്ക് പോകാം. ബൈജു മുതലാളി മുൻഭാഗത്ത് നിന്ന് പിൻഭാഗത്തേക്ക് വരുമ്പോൾ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് ഇതിൻ്റെ പിൻഭാഗത്തെ സ്പേസ് എന്നൊന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ബൈജു മുതലാളി പിൻഭാഗത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ഓടിച്ചു നടക്കുന്ന വാഹനങ്ങളൊക്കെ എത്രത്തോളം പ്രിമിറ്റീവാണ്, അല്ലെങ്കിൽ വളരെ പ്രാചീനമായ അവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം വാഹനങ്ങൾ ഉൾഭാഗത്ത് കയറുമ്പോഴാണ്. പക്ഷേ നമുക്കുള്ള കാച്ചിനല്ലേ വാങ്ങിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഇതൊരു സംഭവമാണ്. ഇതിൻ്റെ പിൻഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും. അതായത് മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ കാണുന്നില്ല, എൻ്റെ മുന്നിൽ വലിയൊരു സ്ക്രീൻ വന്ന് അങ്ങനെ നിൽക്കുന്നു. അതെ, ഒരു ഗംഭീര സ്ക്രീനാണ് ഈ കാണുന്നത്. 31.3 ഇഞ്ചിൻ്റെ 8K റെസൊല്യൂഷനുള്ള ഒരു തകർപ്പൻ ഒരു TV സ്ക്രീനാണ് എന്നാണ് പറയേണ്ടത്. ഇദ്ദേഹം ഇങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കുകയാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട, ഇദ്ദേഹത്തെ നമുക്ക് മടക്കി മുകളിലേക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ക്രീനാണ് ഇവിടെ ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഫോൾഡ് അപ്പ്. ഇപ്പോൾ നമ്മളിപ്പോൾ TV കാണാവുന്ന രീതിയിൽ സൈഡിൽ ഈ ബ്ലൈൻഡുകളെല്ലാം ഉയർന്നു നിൽക്കുന്നു. അതായത് തിയേറ്റർ ആംബിയൻസ് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഡാർക്കായിട്ടുള്ള ഇൻറ്റീരിയറാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. പക്ഷേ നമ്മളിതിന് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫോൾഡ് അപ്പ് എന്നുള്ള ഇവിടുത്തെ ഇത് പ്രസ് ചെയ്യുമ്പോൾ അത് കയറി പോയി എന്ന് മാത്രമല്ല, ഫുള്ളായിട്ട് സൈഡിലെ സൺ ബ്ലൈൻഡുകളെല്ലാം താഴേക്ക് പോവുകയും ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ ഒരു ആംബിയൻസ് വരികയും ചെയ്യുന്നു. അതായത് പിന്നെ നമ്മൾ യാത്രയുടെ ഒരു മോഡിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അങ്ങനെയല്ല. ഇനി നമുക്ക് വീണ്ടും സാധനം ഒന്ന് TV കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം താഴേക്ക് വരുന്നു, ബാക്കി എല്ലാ യുവാക്കളും ഉയരുന്നു. അങ്ങനെ വീണ്ടും ഒരു തിയേറ്റർ ആംബിയൻസ് ഉൾഭാഗത്ത് സെറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ആമസോൺ ഫയർ ടി വിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ സിമ്മ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആമസോണിൻ്റെ ഫയർ ടി വി വഴി കിട്ടാവുന്ന എല്ലാ പ്രോഗ്രാംസും നമുക്കിതിൽ കാണാം. കൂടാതെ HDMI ഡിവൈസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ വേറൊരു എക്സ്റ്റേണൽ ഡിവൈസിൽ കൂടിയും നമുക്ക് ഇതിൽ ഈ ഒരു പിക്ചറും അത്തരം കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതും ടച്ച് സ്ക്രീൻ തന്നെയാണ്. ഇതിൽ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈൻ ഇൻ വിത്ത് യുവർ ആമസോൺ അക്കൗണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ ഇതിൽ നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുന്നത് ശരിയല്ലോ, നമ്മൾ ചെയ്യുന്നില്ല. എങ്കിൽ ഇവിടെ ടൈം, ഇവിടെ ടെമ്പറേച്ചർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗംഭീരമായ റെസൊല്യൂഷൻ ആണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ വീണ്ടും ഈ കൺട്രോളുകളെല്ലാം നമ്മൾ വീണ്ടും ഈ ഒരു സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലൈൻഡെന്ന് പ്രസിദ്ധീകരിക്കുന്നത് അമർത്തുകയാണെങ്കിൽ ഇതിപ്പോൾ പിൻഭാഗത്ത് ബ്ലൈൻഡ് ഉയർന്നു നിൽക്കുകയാണ്, നമ്മൾ താഴ്ത്തുകയാണ്. എല്ലാം ടച്ച് സ്ക്രീനാണ്. എല്ലാം ടച്ചാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ പഴയ പോലെ സ്വിച്ചുകളൊന്നും തന്നെ ഇല്ല. ഇനി ഈ സൈഡിലെ ബ്ലൈൻഡാണ് എനിക്ക് താഴ്ത്തേണ്ടതെങ്കിൽ അതിന് നമ്മൾ ഇവിടുന്ന് ടച്ച് ചെയ്താൽ മതി. ഇനി മുൻഭാഗത്ത് ഈ കാണുന്ന ഇവിടെ നമ്മൾ സൺറൂഫാണ് ക്ലോസ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ സ്വിച്ചാണ് ഇപ്പോൾ അമർത്തിയത്. അങ്ങനെ സൺറൂഫ് ക്ലോസ് ആവുകയാണ്. അപ്പോൾ ആ തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്ക്രീനിൽ ഒതുക്കിയിരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് ഈ സ്ക്രീനിലുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈ മോഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ, മുൻഭാഗത്ത് പല മോഡുകൾ കണ്ടത്, റിലാക്സ്, തിയേറ്റർ തുടങ്ങിയ മോഡുകളൊക്കെ അത്തരം മോഡുകളിലേക്ക് മാറ്റാവുന്ന സ്വിച്ചുണ്ട്. കൂടാതെ സീറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇപ്പം ഞാനിതാ വളരെ വിശാലമായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും എൻ്റെ സീറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ കാലിൻ്റെ ഈ ഭാഗം ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അതിൽ നമ്മൾ പ്രസ് ചെയ്തിരിക്കുന്നു, റീസ്റ്റോറേറ്റ്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് പെട്ടെന്ന് അത് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും മൂവ് ചെയ്യുന്നു. അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നമുക്കിവിടെ കണ്ടെത്താം. ആ സമയത്ത് തന്നെ ഹെഡ് റെസ്റ്റും ഉയരുന്നത് കാണാം. അങ്ങനെ നല്ലൊരു പൊസിഷൻ, അത് സുഖമായിട്ട് ചാരി കിടക്കാവുന്ന പൊസിഷൻ വരുന്നു. പിന്നെ വീണ്ടും അല്പം താഴ്ന്ന പൊസിഷനാണെങ്കിൽ അതും നമ്മൾ കൈവരിക്കുന്നത് ഈ ഒരു സ്വിച്ച് അമർത്തിയാണ്. ഇനി മസാജ് ഫംഗ്ഷനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തായ്ലൻഡിലൊന്നും പോകാതെ ഇതിൻ്റെ അകത്തിരുന്നുകൊണ്ട് ഗംഭീരമായിട്ട് നമുക്ക് മസാജ് ചെയ്യാം. അതിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പലതരത്തിൽ, ഇപ്പോൾ ഈ ഒരു ഹെഡ് റെസ്റ്റ് തൊട്ട് താഴെ വരെയുള്ള ഭാഗത്ത് പലതരത്തിലുള്ള മസാജുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ കൊടുത്ത് സെലക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ നടുവിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. നല്ല രസകരമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ലൈറ്റുകൾ, ആംബിയൻ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതും വളരെ റെസൊല്യൂഷനുള്ള രസകരമായ രീതിയിൽ ഒട്ടും തന്നെ നമ്മളെ അലോസരപ്പെടുത്താത്ത രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ മൂലയിൽ സുഖമായിട്ട് പ്രവർത്തിപ്പിച്ച് അങ്ങനെ സുഖമായി ചാരി കിടക്കാം. ഇനി വളരെ വലിയ സെൻട്രൽ ടണലാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ നടുവിൽ ഒരാൾക്ക് ഇരിക്കുക അസാധ്യമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വിശാലമായ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. എങ്കിലും വേണമെങ്കിൽ അത് മടക്കി ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. ഈ ആംബ്രസ്റ്റിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഇത് ഉയർത്തുമ്പോൾ ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അതിൽ 2-3 ചാർജിങ് പോയിൻറ്റുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് മൊബൈൽ ഫോണിൻ്റെ വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇതിന് താഴെ ബാറ്ററി പാക്ക് ഉണ്ടെങ്കിലും വളരെ സ്ലീക്കായിട്ടുള്ള ബാറ്ററി പാക്ക് ആയതുകൊണ്ടാണ് കാല് അങ്ങനെ ഉയർത്തി വെച്ച പൊസിഷനിലൊന്നും ഇരിക്കേണ്ടി വരാത്തത്. സുഖമായിട്ട് കാല് നീട്ടി വെച്ച് തന്നെ ഇരിക്കാൻ സാധിക്കും. പിൻഭാഗത്തേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ മൊബൈലും മറ്റും വയ്ക്കാവുന്ന ചെറിയൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും ബോട്ടിൽ ഹോൾഡർ എന്ന് പറയാനാവില്ല, ചെറിയൊരു ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന ഒരു പൊസിഷനാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്താണ് പറയാനുള്ളത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും പിൻഭാഗത്ത് ഇങ്ങേ അറ്റം വരെ നമുക്ക് ഈ ഒരു സൺറൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ഗ്ലാസ് തുറക്കാവുന്ന അവസ്ഥയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാൻ ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശാലമായ ഈ ഒരു സ്ക്രീനാണ് നമുക്ക് പറയാവുന്ന കാര്യം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സൺറൂഫ് തുറന്ന് തന്നെ വയ്ക്കാം. സൺറൂഫ് തുറക്കണമെങ്കിൽ നടുവിലുള്ള ഭാഗം ഓപ്പൺ, സൺറൂഫ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എനിക്ക് ഇനിയിപ്പോൾ ഈ ഒരു സ്ക്രീൻ അങ്ങ് മടക്കി വെച്ചേക്കാമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഡിസ്പ്ലേയിലേക്ക് പോകുന്നു. എന്നിട്ട് ഫോൾഡപ്പ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ മനോഹരമായിട്ട് അത് മടങ്ങി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ഇവിടെ വരുമ്പോൾ പിന്നെ ഈ ഒരു സൺറൂഫ് എന്ന് പറയുന്നത് പല വാഹന നിർമ്മാതാക്കളും ചിന്തിക്കില്ല. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ലെവലിലായിട്ടാണ് ഈ ഒരു സ്ക്രീൻ കൊടുത്തിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സൺറൂഫിനെയും ബാധിക്കാത്ത രീതിയിലാണ്, ഗംഭീരമായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഏതാണ്ടൊരു പൂർണ്ണമായും ഷോ ഓഫ് ഡ്രിവൺ തന്നെയാണ് നമ്മൾ ഈ വാഹനത്തെ വിളിക്കാവുന്നത്. അത്രയധികം സൗകര്യങ്ങളാണ് പിൻഭാഗത്തിരിക്കുന്നവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൈ സപ്പോർട്ടൊക്കെ ഗംഭീരമാണ്. നല്ല കുഷനിങ്ങുള്ള സീറ്റ്, ഇഷ്ടംപോലെ ലെഗ് സ്പേസ്, പിന്നെ ഇത്തരത്തിലുള്ള ഗംഭീരമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, പിൻഭാഗത്ത് ബി പില്ലർ ഉൾപ്പെടെ AC വെൻറ്റുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ കോട്ടയം ഭാഷയിൽ പറയാം. കോട്ടയംകാർ ഫ എന്നല്ലേ പറയുള്ളൂ. ഭാര്യ ഭയങ്കര വഴക്കായിരുന്നു എന്ന് പറഞ്ഞ പോലെ
എന്നാലും ഗംഭീരമായ ഭയങ്കരമായ പിൻഭാഗമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിരിക്കുന്ന BMW ഏറ്റവും വില കൂടിയ ഇലക്ട്രിക് മോഡൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. സത്യത്തിൽ ഈ വാഹനം അങ്ങനെ അങ്ങ് ഒഴുകി പോവുകയാണ്. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. അത്ര സ്മൂത്തായിട്ടുള്ള കൺട്രോളുകളാണ്, അത്രയും സ്മൂത്തായിട്ടുള്ള പവർ ഡെലിവറിയാണ്. സാധാരണഗതിയിൽ ഇത്രയും പവർഫുള്ളായിട്ടുള്ള വാഹനമാകുമ്പോഴത്തേക്കും നമ്മളങ്ങനെ വലിച്ചുകൊണ്ട് പോയെന്നൊരു ഫീലുണ്ടാവും. പക്ഷേ ആ കാര്യത്തിലും ഒരു ചെറിയ കൺട്രോൾ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ രസകരമാണ് ഓടിക്കാൻ. എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അപകട കാരണമാകുന്നത് ആ ഇനിഷ്യൽ ആ ഒരു പവറിൻ്റെ ഒരു തിരതള്ളലുണ്ടല്ലോ, അത് പലപ്പോഴും ആദ്യമായി ഇലക്ട്രിക് വാഹനം ഓടിക്കുന്നവരെ അങ്ങേയറ്റം പ്രശ്നത്തിലാക്കുന്നൊരു സാധനമാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരല്പം ഒരു കൺട്രോൾഡാണിത് എന്നുള്ളതുകൊണ്ട് തന്നെ ഓടിക്കാൻ രസകരവുമാണ്. അത്തരം ഒരു പവർ ഡെലിവറി അല്പം കൂടി വില കുറഞ്ഞ വാഹനങ്ങൾ ഞാൻ കണ്ടത് BYDയുടെ വാഹനങ്ങളുടെ കാര്യത്തിലാണ്. നല്ല പവർഫുൾ ആണെങ്കിലും ഈ ഒരു അക്രമം ഉണ്ടല്ലോ, തുടക്കത്തിലൊരു അക്രമം പിടിച്ചൊരു പോക്ക് അതൊരല്പം കുറച്ച് വെച്ചിരിക്കുകയാണ് BYDയുടെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു മാരുതിയുടെ വാഹനങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ നമ്മുടെ റോഡ് ഈ പറഞ്ഞ ചോരക്കളമാകും, അല്ലെങ്കിൽ മത്സരയോട്ടത്തിൻ്റെ വേദിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഭസ്മാസുരന് വരം കിട്ടുന്ന പോലെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടുകാർക്ക്, ഞാൻ ഉൾപ്പെടെ എന്ന് വേണമെങ്കിൽ പറയാം, വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഇത്രയും ഇനിഷ്യലുള്ള വാഹനങ്ങൾ കൈ കിട്ടിക്കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. എന്തായാലും എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ആ ഒരു സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും, നമുക്കും റോഡിൽ കൂടെ പോകുന്നവർക്കും. പ്രത്യേകിച്ച് യാതൊരു ശബ്ദമില്ലല്ലോ ഈ വാഹനങ്ങൾക്കൊന്നും. ഇതിങ്ങനെ കാറ്റ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കാറ്റടിക്കുകയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ നമുക്ക് നടന്നു പോകുന്നവർക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാൻ. എന്തായാലും ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ദോഷമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. ദോഷൈകതൃക്കായ മലയാളി എന്നുള്ള നിലയ്ക്ക്, ഒരു സിനിക് എന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ ഒരു കുറ്റവും നമുക്ക് ആരോപിക്കാനില്ല. പിന്നെ റേഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അല്പം കൂടി റേഞ്ച് ആകാമായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാമെന്നല്ലാതെ. പക്ഷേ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവർ അങ്ങനെ ദീർഘദൂര ഓട്ടങ്ങളായിരിക്കില്ല അധികവും. വളരെ സെലക്റ്റഡ് റൂട്ടുകളിൽ സെലക്റ്റഡ് സമയങ്ങളിലൊക്കെ ഓടിക്കുന്നവരാണ് അധികവും ഇത്തരത്തിലുള്ള വളരെ വില കൂടിയ 7 സീരീസ് പോലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ. എപ്പോഴും പല ഉള്ളവരായിരിക്കും അവർ. അതിലൊരു വാഹനമായിരിക്കും 7 സീരീസോ അല്ലെങ്കിൽ ബെൻസിൻ്റെ S ക്ലാസോ പോലുള്ള വാഹനങ്ങൾ. അപ്പോൾ ഇനി ഒരു അല്പം ടെക്നിക്കൽ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 2 ഇലക്ട്രിക് മോട്ടറുകളാണ് ഈ വാഹനത്തെ ചലിപ്പിക്കുന്നത്. ഓരോ ആക്സിലിലും കൊടുത്തിരിക്കുകയാണ് ഓരോ മോട്ടർ. രണ്ടും കൂടെ ചേർന്ന് 544 bhp ആണ് പവർ തരുന്നത്. 745 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന അമ്പരപ്പിക്കുന്ന മാക്സിമം ടോർക്കും തരുന്നുണ്ട്. ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ 101.7 കിലോ വാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഫ്ലോറിൽ വിരിച്ചിട്ടിരിക്കുന്നത്. അത്രയും വെയിറ്റുള്ള, അത്രയും വലിയൊരു ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 2640 കിലോഗ്രാമാണ്. അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടത് 7 സീരീസിൻ്റെ പെട്രോൾ, അതായത് 740i എന്ന് പറയുന്ന പെട്രോൾ വേരിയൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2090 കിലോഗ്രാമാണ്. അപ്പോൾ ഏതാണ്ട് 550 കിലോഗ്രാമോളം ഭാരം കൂടുതലുണ്ട് ഈ വാഹനത്തിന്. അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ബാറ്ററി പാക്കിൻ്റെ വെയിറ്റാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം, പിൻഭാഗത്തെ വീലും വളരെ ചെറിയ തോതിൽ നിന്ന് തിരിയും എന്നുള്ളതാണ്. അതായത് 3.5 ഡിഗ്രി തിരിയും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം തിരിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇത്രയും നീളമുള്ളൊരു വാഹനമാകുമ്പോൾ
പിൻ വീലൂടെ ഒരല്പം തിരിയുന്നത് കൊണ്ട് ടേണിംഗ് റേഡിയസ് കുറവാണെന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന കാര്യം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഇന്ത്യൻ റോഡുകൾ ഓടിക്കാൻ വേണ്ടി 136 മില്ലിമീറ്റർ എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ സൈഡിൽ സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ വാഹനം ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നു, അതായത് ഒരു 20 മില്ലിമീറ്റർ ലിഫ്റ്റ് ആകുന്നു. അങ്ങനെ 156 മില്ലിമീറ്ററായിട്ട് ഹൈറ്റ് ഉയരുന്നുണ്ട്. എങ്കിലും അതും ഇന്ത്യൻ റോഡുകളിൽ പോരാന്നുള്ള സത്യമാണ്. ഇത്തരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സ്പീഡ് ബ്രേക്കേഴ്സിലും മറ്റും ഒന്ന് ശ്രദ്ധിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ ഡ്രൈവ് മോഡുകളിൽ സ്പോർട്ട് മോഡിൽ പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ സ്വഭാവം മാറുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ഷാർപ്പാണ് ആ സമയത്ത് ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്ന മോഡ് നമ്മൾ കണ്ടല്ലോ, സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിലായിട്ട് ബൂസ്റ്റ് എന്നൊരു മോഡ് കണ്ടത്. ആ ബൂസ്റ്റ് എന്നുള്ള മോഡിലേക്ക് വരുമ്പോൾ ഈവൻ ഗ്രാഫിക്സ് പോലും മാറി ഒന്ന് അഗ്രസീവ് ആകുന്നു. സ്പോർട്ട് ബൂസ്റ്റ് എന്ന് അപ്പോൾ എഴുതി കാണിക്കുന്നുമുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് പവർ ഇരച്ച് കയറി വരികയാണ്. അതായത് മോട്ടറിൻ്റെ പവർ എത്രയാണോ അത്രയും ഫുൾ പവർ ഒരു 10 സെക്കൻഡിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ ഓവർടേക്കിനൊക്കെ സുഖമായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. ഈ ബൂസ്റ്റ് മോഡിലേക്ക് ഒന്ന് വിരൽ അമർത്തിയാൽ മതി. അതുപോലെ തന്നെ പല സൗണ്ട് തീമുകളുണ്ട്. ഹാൻസ് സിമ്മർ എന്ന യുവാവ് കമ്പോസ് ചെയ്ത സൗണ്ട് തീമുകളുണ്ട് ഈ വാഹനത്തിൽ. അപ്പോൾ ഓരോ മോഡിലും നമുക്ക് ഓരോ തരത്തിലുള്ള സൗണ്ട് അകത്ത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. വയലിൻ പോലെയുള്ള വളരെ രസകരമായ വാദ്യോപകരണങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ആ സമയത്ത് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അതങ്ങനെ വളരെ ലൗഡായിട്ടല്ല, നമുക്ക് ഡ്രൈവർക്ക് ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള സൗണ്ട് മോഡുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് റീജനറേഷൻ ഉണ്ട്. വാഹനം ഓടിക്കുന്ന രീതിക്കനുസരിച്ച് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ADAS ഫീച്ചേഴ്സ് കാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, ആക്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BMW പാർക്കിംഗ് അസിസ്റ്റ് പ്രൊഫഷണൽ സ്യൂട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 360 ഡിഗ്രി ക്യാമറയും ഓട്ടോ പാർക്കും അതുപോലെ തന്നെ മാനോവർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കതുകൊണ്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നോക്കേണ്ട റേഞ്ചിൻ്റെ കാര്യമാണ്. ഈ വാഹനത്തിനോടൊപ്പം ഒരു 22 കിലോ വാട്ടിൻ്റെ AC ചാർജർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും അധികം ആൾക്കാരും ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അതിൽ 0 to 100% ചാർജ് ആകാൻ 5 മണിക്കൂർ മതി. 500 കിലോമീറ്ററിനടുത്താണ് ഈ വാഹനത്തിന് റേഞ്ച് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ റേഞ്ച് തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും 195 കിലോ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പോലും താങ്ങാവുന്ന ബാറ്ററികളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂപ്പറായിട്ടും വളരെ പെട്ടെന്നും ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇനി മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ 7 എയർ ബാഗുകളുണ്ട്. അതായത് ഡ്രൈവർക്ക്, ഫ്രണ്ട് പാസഞ്ചർക്ക് 2 കർട്ടൻ എയർ ബാഗ്, ഡ്രൈവർ സൈഡ് എയർ ബാഗ്, ഫ്രണ്ട് പാസഞ്ചർ സൈഡ് എയർ ബാഗ്, ഫ്രണ്ടിൽ മുന്നിലായിട്ടൊരെണ്ണം, ഇത്രയുമാണുള്ളത്. പിന്നെ ഈ ADAS ഫീച്ചേഴ്സിൽ വരുന്ന ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിങ്ങും, ഹൈ ബീം അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാ തരത്തിലും വളരെ കൃത്യമായും സേഫ്റ്റിയുടെ അങ്ങേയറ്റമാണ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഏത് തരത്തിലും പെരുമാറുന്നൊരു വാഹനമാണിതെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് വളരെ പതുക്കെ, ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 40 കിലോമീറ്റർ സ്പീഡിലാണ്. നല്ല രസമാണ് ഈ സമയത്ത്. അങ്ങനെ ഒരു മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ സസ്പെൻഷനിൽ, അങ്ങനെ അഡാപ്റ്റീവ് സസ്പെൻഷനിൽ അങ്ങനെ വളരെ സുഖമായിട്ട് പോകാം. അതിനുശേഷം കാല് കൊടുത്ത് പോവുകയാണെങ്കിൽ വളരെ രസകരമായിട്ട്, അതായത് അങ്ങേയറ്റം സ്പോട്ടിയായിട്ട് ഓടിച്ചു പോകാം. ഒരനക്കം പോലുമില്ല. ഞാനിപ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു കുഴിയൊക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഉൾഭാഗത്ത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു അനുഭവം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒട്ടും തന്നെ ഈ ഹമ്പ് കുഴികളൊന്നും ഫീൽ ചെയ്യുന്ന രീതിയിലല്ല അതിൻ്റെ സസ്പെൻഷൻ്റെ രീതി. എന്നാൽ കാല് കൊടുക്കുകയാണെങ്കിൽ ഞാൻ കാല് കൊടുക്കുന്നു. 4.57 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. എന്താ പോകുന്നുണ്ടോ, എന്തൊരു സ്റ്റെബിലിറ്റിയാണ്. എന്തായാലും സാമാന്യം സ്പീഡ് എടുത്തു, യാതൊരു അനക്കവുമില്ല. എന്തൊരു സ്റ്റെബിലിറ്റി, എന്തൊരു ആത്മവിശ്വാസം തരുന്ന ഡ്രൈവ്. റോഡിനോട് ചേർന്നങ്ങനെ പറ്റി കിടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങേയറ്റം കോൺഫിഡൻസ് തരുന്ന ഡ്രൈവിംഗ് രീതികളാണ് ഈ വാഹനത്തിനുള്ളത്. എന്തായാലും ഈ ഒരു വിലയ്ക്കുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വാഹനം തീർച്ചയായിട്ടും പരിഗണിക്കുക. ഇലക്ട്രിക് വാഹനമല്ല, ഇത്തരത്തിലുള്ള പെട്രോൾ വാഹനം വാങ്ങിക്കുന്നവർ പോലും ആദ്യം ഇതൊന്ന് ഓടിച്ചു നോക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. $545 കുതിരകൾ വലിക്കുന്ന ഒരു രഥം എന്നൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തെ വിളിക്കാവുന്നത്. 470 കിലോമീറ്ററോളം റേഞ്ച് കിട്ടുന്ന ഗംഭീരമായ ഒരു വാഹനം. ഇത് എല്ലാവർക്കുമുള്ള വാഹനമല്ല എന്നുള്ള സത്യമാണ്. കാരണം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 2 കോടി രൂപ എക്സ്-ഷോറൂം വില തന്നെ വരുന്നൊരു വാഹനമാണിത്. പക്ഷേ എല്ലാ തരത്തിലും എക്കണോമിക്കലാണ് കേട്ടോ. അങ്ങനെ വലിയൊരു വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ 470 കിലോമീറ്റർ റേഞ്ച് കിട്ടുക എന്ന് പറയുന്നത് മോശമല്ല. അപ്പോൾ ഡെയിലി യൂസിൽ പോലും വളരെ ലാഭകരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. തന്നെയുമല്ല, പിൻഭാഗത്തെ കംഫർട്ട് എന്ന് പറയുന്ന ഒരു രക്ഷയുമില്ല.
സംശയമില്ലാത്ത കാര്യമാണ്. സാധാരണ നമ്മൾ വാഹനങ്ങളിൽ കണ്ടു വരാത്ത പല കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് രസകരമായ കാര്യം. നമ്മളിപ്പോൾ മഹാഭാരതത്തെ പറ്റിയൊക്കെ പറയുന്ന പോലെ ഇതിലില്ലാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. തന്നെയുമല്ല, ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു രീതി അതിമനോഹരമായിട്ടുണ്ട്. അത് എക്സ്റ്റീരിയറായാലും ഇൻറ്റീരിയറായാലും ക്രിസ്റ്റലിൻ്റെ എലമെൻറ്റ്സ് എല്ലാം അതിമനോഹരമാണ്. അപ്പോൾ ഇത്രയും വില കൊടുത്ത് വാഹനം വാങ്ങിക്കുമ്പോൾ കുറേ ക്രിസ്റ്റൽ കൂടെ കിട്ടുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും നല്ല ഗംഭീരമായൊരു അനുഭവമായിരുന്നു ഈ വാഹനം. എത്രത്തോളം നിശബ്ദമാണെന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. എങ്ങനെയാണ് ഈ ഒരു NVH ലെവലുകളൊക്കെ ഇതുപോലെ നിലനിർത്തുന്നത് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അതായത് റോഡിൽ ടയർ ഉരയുന്ന ശബ്ദം പോലും കേൾക്കാനില്ലാത്ത രീതിയിലുള്ള NVH ലെവലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ട്രിക് വാഹന രംഗത്തും BMW ഒട്ടും മോശമല്ലാത്ത രീതിയിലാണ് കാൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എക്കോണമിയും ലക്ഷറിയും രണ്ടും ഒരുമിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന രസകരമായ കാഴ്ചയാണ് നമ്മൾ i7ൻ്റെ കാര്യത്തിൽ കാണുന്നത്. എന്തായാലും രസകരമായൊരു അനുഭവമായിരുന്നു ഈ വാഹനം ഓടിച്ചത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അനുഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഉടമ ഡോക്ടർ രാജിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇനി പറയേണ്ടത് നമ്മുടെ കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. അതായത് ഓരോ ആഴ്ചയിലും നമ്മുടെ എപ്പിസോഡുകൾ താഴെ വരുന്ന കമൻറ്റുകളിലെ ഏറ്റവും മികച്ചൊരു കമൻറ്റിനെ സെലക്ട് ചെയ്ത് നമ്മൾ സമ്മാനം കൊടുക്കുകയാണ്. 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. റോഡ്മേറ്റ് എന്ന ആപ്പാണ് നമുക്ക് ഈ ഒരു സമ്മാനം നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാഹനമൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട. വാഹന സംബന്ധിയായ പ്രൈസൊന്നും അല്ലെങ്കിൽ ഗിഫ്റ്റൊന്നും അല്ല നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല. അതുപോലെ വിദേശത്തുള്ളവർക്കും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിലെ വീട്ടിലേക്കായിരിക്കും നമ്മൾ സമ്മാനം അയച്ചു തരുന്നത്. അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക, രസകരമായ വിമർശനാത്മകമായ കമൻറ്റുകൾ ചെയ്യുക. 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ റോഡ്മേറ്റ് എന്ന ആപ്പിൽ നിന്നും നേടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷകരമായൊരു ദിവസത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതും അനുഭവിച്ചതും. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.